ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഡ്രൈവ് ചെയ്യുന്ന സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിധി. കോള് കണ്ട് കാറിൽ യാത്ര ചെയ്യുന്ന മാഡത്തിനോട് സുധീഷ് പറയുന്നു, മാഡം വൈഫ് വിളിക്കുന്നുണ്ട്, കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ആ മാഡം പറയുകയാണ്, അതിനെന്താ? വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. പറ നിധി, കഴിച്ചോ? നിധി പറയുന്നു, ഇല്ല. സുധീഷ് ചോദിക്കുന്നു, നിധിയുടെ ശബ്ദത്തിൽ എന്താ ഒരു വിഷമം? നിധി പറയുന്നു, സുഭാഷേട്ടന്റെ കാര്യം ഓർത്താ ഞാൻ വിഷമിച്ചിരിക്കുക. സുഭാഷേട്ടൻ എന്തു പറ്റിയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുനന്ദയുടെ കല്യാണം കഴിഞ്ഞത് സുഭാഷേട്ടനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. സുഭാഷേട്ടൻ ഇപ്പം വീട്ടിലുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടൻ രാവിലെ ജോലിക്ക് പോയായിരുന്നല്ലോ. നിധി പറയുന്നു, സുഭാഷേട്ടന് ജോലി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. സുധീഷ് പറയുന്നു, ഇന്നലെ നല്ലൊരു അവസരം ഒത്തുകിട്ടിയിട്ട് സുഭാഷേട്ടൻ അത് ഉപയോഗിച്ചില്ലല്ലോ. രാവിലെ വിഷമമൊന്നും ഇല്ലാന്നാണല്ലോ പറഞ്ഞത്. ഇപ്പം സുനന്ദയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ വേദനിച്ചിരിക്കുകയാണോ? നിധി പറയുന്നു, സുഭാഷേട്ടൻ എന്ത് ചെയ്യും, പാവം. സുനന്ദയുടെ അച്ഛനും അമ്മയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്തോ സംസാരിച്ചിരുന്നല്ലോ. അവര് സുഭാഷേട്ടന്റെ മനസ്സ് മാറ്റിയെടുത്തതാ. സുധീഷ് പറയുന്നു, അവര് നല്ല ഒന്നാന്തരം ഫ്രോഡാണ്. സുഭാഷേട്ടനെ മാറ്റി നിർത്തി അവര് കരഞ്ഞ് കാല് പിടിച്ചു കാണും. സുനന്ദയെ തങ്ങളുടെ ഒപ്പം പറഞ്ഞു വിടണോന്ന് പറഞ്ഞ് ഇപ്പം കല്യാണം കഴിഞ്ഞു. ഇനി അതോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? നിധി പറയുന്നു, സുഭാഷേട്ടൻ ഒരുപാട് കരഞ്ഞു. വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടൻ കരഞ്ഞെന്നോ? സത്യമായിട്ടും സുഭാഷേട്ടൻ കരഞ്ഞോ? നിധി പറയുന്നു, വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സുഭാഷേട്ടൻ പൊട്ടിക്കരഞ്ഞു. സുഭാഷേട്ടന്റെ കരച്ചിൽ കണ്ട് ഞാൻ വല്ലാണ്ടായിപ്പോയി. പിന്നീട് നോർമൽ ആകുമെന്ന് വിചാരിച്ചു. ഇപ്പൊ പോലും നോർമൽ ആയതായിട്ട് തോന്നുന്നില്ല. എനിക്ക് സുഭാഷേട്ടനെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സൊട്ടും ശരിയല്ല. അതാ ഞാൻ സുധീഷിനെ വിളിച്ചത്. സുധീഷ് പറയുന്നു, നിധി വീട്ടിലിപ്പോ വേറെ ആരുണ്ട്? നിധി പറയുകയാണ്, ഞാനും നികേഷും മാത്രമേ ഉള്ളൂ. സുധീഷ് പറയുകയാണ്, ഞാൻ പെട്ടെന്ന് എന്റെ ജോലി തീർത്തിട്ട് വീട്ടിലേക്ക് വരാൻ ശ്രമിക്കാം. നിധി പറയുന്നു, ജോലിയെല്ലാം തീർത്തിട്ട് വന്നാ മതി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതാ ഞാൻ സുധീഷിനെ വിളിച്ചത്. ഡ്രൈവ് ചെയ്യുകയല്ലേ, ഞാൻ ഫോൺ വെക്കുക. ഫോൺ കട്ട് ചെയ്ത് സുധീഷിനോട് മാഡം ചോദിക്കുന്നു, സുധീഷേ വിവാഹ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? സുധീഷ് പറയുകയാണ്, നന്നായിട്ടുണ്ട് മാഡം. ഇപ്പൊ ഫോൺ വിളിച്ചത് എന്റെ വൈഫാ. തുടർന്ന് നിധിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. നിധി ഇന്റർവ്യൂവിന് പോയിരുന്ന കമ്പനിയിൽ നിന്നും സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിന് നിധിയെ വിളിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിനായി കമ്പനിയിലേക്ക് വരണമെന്ന് ആ സാറ് പറയുമ്പോൾ നിധി പറയുന്നു, ഓക്കെ സാർ, ഞാൻ രാവിലെ തന്നെ വരാം. തുടർന്ന് സുധീഷിന്റെ കാറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഹരീഷ്. സുധീഷ് പറയുന്നു, നിധി ഫോൺ ചെയ്ത് സുഭാഷേട്ടൻ ഒരുപാട് കരഞ്ഞതായി പറയുന്നു. സുഭാഷേട്ടനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ്. ഹരീഷ് പറയുകയാണ്, ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം, എല്ലാം കഴിഞ്ഞില്ലേ? സുധീഷ് പറയുന്നു, ഇക്കാര്യത്തിൽ എനിക്കൊരു ചെറിയ സന്തോഷമുണ്ട്. സുഭാഷേട്ടൻ പൊട്ടിക്കരഞ്ഞപ്പോൾ നിധി വല്ലാതെ വിഷമിച്ചു. മനസ്സ് വേദനിച്ചാലുടൻ നിധി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കും. ഹരീഷ് തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടൻ വിഷമിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണെന്ന് നീ വിചാരിക്കരുത്. സുഭാഷേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തന്നെയാ. പക്ഷേ നിധിക്ക് വിഷമം വരുമ്പോൾ എന്നെ വിളിക്കുന്നുണ്ടല്ലോ, അതൊരു സന്തോഷമല്ലേ? ഹരീഷ് പറയുന്നു, എനിക്കും ഇന്ന് ഒരു ജോലി നടന്നിട്ടില്ല. സുഭാഷേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുറമെ സുഭാഷേട്ടൻ വിഷമം കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. സുധീഷ് പറയുന്നു, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട. ജോലി പോലും ചെയ്യാനാകാതെ വീട്ടിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെന്നാ നിധി പറഞ്ഞത്. ഇനി നമ്മൾ കൂടി ചെന്ന് വിഷമിപ്പിക്കണ്ട. പിന്നിലിരിക്കുന്ന കവർ കണ്ട് ഹരീഷ് ചോദിക്കുന്നു, എന്താ അത്, ഭക്ഷണോ? സുധീഷ് പറയുന്നു, രാത്രിയിലേക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. ഒരുപാടുണ്ടല്ലോ അതെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഉണ്ട്. എല്ലാവരും വിഷമിച്ചിരിക്കുകയല്ലേ, നല്ല ഫുഡുമായി ചെന്ന് എല്ലാവരെയും സന്തോഷിപ്പിക്കാമെന്ന് കരുതി. ഹരീഷ് പറയുന്നു, ഇത്രയൊക്കെ കാശ് കൊടുത്തു വാങ്ങുന്ന ആളല്ലല്ലോ നീ. സുധീഷ് പറയുകയാണ്, പിന്നെ എന്റെ അമ്മായിയച്ഛൻ കട നടത്തുകയല്ലേ, എനിക്ക് ഫ്രീ ആയിട്ട് തരാനായിട്ട്. കാശ് കൊടുത്താലേ തരത്തുള്ളടാ ഫുഡ്. ഹരീഷ് പറയുന്നു, എനിക്കിതൊക്കെ കണ്ടിട്ട് വിശ്വസിക്കാനേ തോന്നുന്നില്ല. സുധീഷ് ഏട്ടൻ അങ്ങനെ ഒരാളല്ലല്ലോ. തുടർന്ന് സുഭാഷിനെ ഹാളിൽ പിടിച്ചിരുത്തി സംസാരിക്കുകയാണ് നികേഷ്. സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ പിടിച്ച് നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കെ. അവ സുഭാഷ് പറയുകയാണ്, എടാ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. നികേഷ് പറയുന്നു, ഇരിക്കെ സുഭാഷ് ഏട്ടാ, അതൊക്കെ പിന്നെ ഉണ്ടാക്കാം. ഈ സമയം അവിടേക്ക് വരികയാണ് ഹരീഷും സുധീഷും. സുഭാഷ് ചോദിക്കുന്നു, സുധീഷേ എന്താടാ കയ്യിൽ കവറ്, ഭക്ഷണം വാങ്ങിച്ചോണ്ട് വന്നോ? സുധീഷ് പറയുന്നു, അതെ സുഭാഷ് ഏട്ടാ, ഫ്രൈഡ് റൈസ്, പൊറോട്ട, ചിക്കൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സുഭാഷ് ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി ചിലവാക്കുന്നത്? വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കത്തില്ലായിരുന്നോ? സുധീഷ് പറയുന്നു, ദിവസവും വീട്ടിൽ നല്ല കഴിക്കുന്നത് സുഭാഷ് ഏട്ടാ, അതാ ഞാൻ ഒരു ദിവസം പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചത്. നിധി പറയുന്നു, നിങ്ങൾ എല്ലാവരും കൈ കഴുകിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. തുടർന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. സുഭാഷ് ഭക്ഷണം കഴിക്കാതെ ആലോചിച്ചിരിക്കുമ്പോൾ സുധീഷ് സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷ് ചോദിക്കുന്നു, നാളെ ഏട്ടത്തിയുടെ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ അല്ലേ? നിധി പറയുകയാണ്, അതെ നികേഷ്, ഈ ഇന്റർവ്യൂ പാസ്സായ HRO ഇന്റർവ്യൂ ചെയ്യും. ഹരീഷ് ചോദിക്കുന്നു, ഒരു ജോലി കിട്ടാൻ ഇത്ര ഇന്റർവ്യൂ? ഒരു പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്താൽ
ചെയ്താ പോരെ? നിധി പറയുകയാണ് 2-3 ഇന്റർവ്യൂ കഴിഞ്ഞാലേ ജോലി കിട്ടും. ഹരീഷ് പറയുന്നു നികേഷേ നീ ഇതെല്ലാം മനസ്സിലാക്കിയെടുത്തോ, അടുത്തത് നീയാ ഇന്റർവ്യൂവിന് പോകുന്നത്. സുമേഷ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ആലോചിച്ചുകൊണ്ട് ഭക്ഷണം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മദ്യപിച്ച് പാട്ടുപാടി അകത്തേക്ക് കയറി വരികയാണ് ഭാസ്കരൻ. എല്ലാവരും ഭാസ്കരനെ ശ്രദ്ധിക്കുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു ഭക്ഷണം കഴിക്കുകയാണോ? അങ്ങനെ ഭാസ്കരനും ഒരു പ്ലേറ്റ് എടുത്ത് ഭക്ഷണവുമായി പുറത്തേക്ക് പോവുകയാണ്. സുഭാഷിനെ നോക്കിയിട്ട് നികേഷ് പറയുന്നു സുധീഷേട്ടാ ഇന്ന് സുഭാഷ് ഏട്ടന് ഭയങ്കര തലവേദനയായിരുന്നു, റൂമിൽ തന്നെയായിരുന്നു. സുധീഷ് സുഭാഷേട്ടാന്ന് വിളിക്കുന്നുവെങ്കിലും സുഭാഷ് ശ്രദ്ധിക്കുന്നതേ ഇല്ല. സുധീഷ് വീണ്ടും ഉറക്കെ സുഭാഷേട്ടാന്ന് വിളിക്കുമ്പോൾ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് സുഭാഷ്. സുധീഷ് ചോദിക്കുന്നു ഇപ്പൊ സുഭാഷേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് നികേഷ് പറഞ്ഞു സുഭാഷേട്ടന് ഇന്ന് മുഴുവൻ തലവേദനയായിരുന്നു എന്ന്. സുഭാഷ് പറയുന്നു അതെ കുഴപ്പമില്ലിപ്പം. ഹരീഷ് ചോദിക്കാണ് സുഭാഷേട്ടൻ ഇപ്പൊ ഓക്കെ ആണോ? മുഖമെല്ലാം ഒരുമാതിരി ഇരിക്കുന്നല്ലോ. കുഴപ്പമൊന്നും ഇല്ലടാന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കാണ് ഹരീഷ് എങ്ങനാടാ സുഭാഷേട്ടന് ഓക്കെ ആയിട്ടിരിക്കുക? പ്രണയിനിക്ക് ഇന്നല്ലേ കല്യാണം നടന്നത്, പതുക്കെ പതുക്കെ നമുക്ക് സുഭാഷേട്ടനെ ഹാപ്പി ആക്കി എടുക്കാം. സുഭാഷേട്ടൻ കഴിക്കുക. ഇത് കേട്ട് വിഷമത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ് സുഭാഷ്. എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് എന്ന് ആലോചിച്ച് നികേഷിന്റെ ചെവിയിൽ രഹസ്യമായി എന്തോ പറയുകയാണ്. ശരി സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് പോകുമ്പോൾ നിധി അവരെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഞങ്ങൾ ഇപ്പൊ വരാമേ. അങ്ങനെ സുധീഷും നികേഷിന്റെ പിന്നാലെ പോകുന്നു. തുടർന്ന് സുധീഷും നികേഷും അവിടേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ദിസ് ഇസ് ഫോർ യു. നികേഷും സുധീഷും കൂടി ഡാൻസ് ചെയ്യുകയാണ്. അവരുടെ ഡാൻസ് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് നിധിയും സുഭാഷും ഹരീഷും അവരുടെ ഒപ്പം കൂടുകയാണ്. നികേഷ് ഒരു ഷാളൊക്കെ എടുത്തിട്ട് സ്ത്രീകൾ ഡാൻസ് ചെയ്യുന്നത് പോലെ ഡാൻസ് ചെയ്യുകയാണ്. ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് നിധിയും സുഭാഷും. വാ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നികേഷും ഹരീഷും സുധീഷും സുഭാഷിനെ പിടിച്ചു വലിച്ച് ഡാൻസ് ചെയ്യാനായി കൊണ്ടുപോവുകയാണ്. പുഞ്ചിരിച്ച് സുഭാഷും അവരുടെ ഒപ്പം ഡാൻസ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് കൈകൊട്ടുകയാണ് നിധി. അകത്ത് എന്താ ശബ്ദം എന്ന് പറഞ്ഞ് ഭാസ്കരൻ അകത്തേക്ക് കയറി വന്ന് ചുറ്റും നോക്കുകയാണ്. ഭാസ്കരനൊക്കെ എടാന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഞെട്ടി ഭാസ്കരനെ നോക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു എടാ ഇതൊരു വീടല്ലേ, ഇങ്ങനെയാണോടാ ഡാൻസ് കളിക്കുന്നത്? ദേ ഇങ്ങനെ ഡാൻസ് കളിക്കണം. അങ്ങനെ ഭാസ്കരൻ ഡാൻസ് കളിക്കുമ്പോൾ സുഭാഷും സുധീഷും നികേഷും ഹരീഷും സന്തോഷത്തോടുകൂടി ഭാസ്കരന്റെ ഒപ്പം ഡാൻസ് ചെയ്യുകയാണ്. ഇത് കണ്ട് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് കൈകൊട്ടുകയാണ് നിധി. തുടർന്ന് രാവിലെ രാജന്റെ ചായക്കടയിൽ ഇരിക്കുകയാണ് ഗംഗാധരൻ. ഈ സമയം കടയുടെ അരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്ക് ശരിയാക്കാനായി അവിടേക്ക് വരികയാണ് ഹരീഷ്. ഗംഗാധരൻ ഹരീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ബൈക്കിന്റെ ഉടമ പറയുന്നു വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് ബൈക്ക് നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഗംഗാധരൻ പറയുകയാണ് കല്യാണം നല്ല രീതിയിൽ നടന്നു. ഈ നാട്ടിൽ ഇത്ര ഗംഭീരമായ ഒരു കല്യാണം നടന്നിട്ടുണ്ടാകില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഒരുപാടുണ്ടായിരുന്നു. ചിലരൊക്കെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ട്. കല്യാണം പൊടി പൊടിച്ചു. ഭക്ഷണമൊക്കെ ഗംഭീരമായിരുന്നു. ഈ നാട് തന്നെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. രാജനും ചായക്കടയെല്ലാം അടച്ചിട്ട് അവിടെ അല്ലായിരുന്നു. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. രാജൻ ചോദിക്കുന്നു അനുജൻ ഭാസ്കറിനെയും കുടുംബത്തെയും കല്യാണത്തിന് ക്ഷണിച്ചില്ലായിരുന്നോ? ഇത് കേട്ട് ഗംഗാധരൻ ചോദിക്കാണ് ഏത് അനുജൻ? ആർക്കാരനുജൻ? മെക്കാനിക്ക്. എടാ മെക്കാനിക്ക്. ഇത് കേട്ട് ഹരീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് അന്ന് വെല്ലു വിളിച്ചതല്ലേ എന്റെ പെങ്ങളുടെ മോളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നിന്റെ ചേട്ടന്റെ കല്യാണം നടത്തി കാണിക്കുമെന്ന്. എന്തേ കല്യാണം നടന്നില്ലേ? അങ്ങനെ ഗംഗാധരൻ പൊട്ടിച്ചിരിക്കുകയാണ്. രാജൻ ഗംഗാധരനെയും ഹരീഷിനെയും നോക്കുന്നുണ്ട്. ഗംഗാധരൻ പറയുന്നു എന്തിനാടാ നിങ്ങൾക്ക് ഈ വെല്ലുവിളിയൊക്കെ? എന്റെ വീട്ടിലെ പെണ്ണിനെ കെട്ടാൻ ആളുകൾ മത്സരിച്ച് ക്യൂ നിൽക്കും. പക്ഷെ നിന്റെയൊക്കെ വീട്ടിലേക്ക് ആര് പെണ്ണ് തരാനാ? അതൊക്കെ ഒരു വീടാണോടാ? നിങ്ങൾ മാത്രമേ അത് വീടാണെന്ന് വിശ്വസിച്ച് അവിടെ കഴിയൂ. നീ വെല്ലുവിളിച്ചിട്ട് ഇങ്ങനെ തോറ്റുപോയി വന്ന് നിൽക്കുകയാണല്ലോടാ. വെല്ലുവിളിച്ചോന്ന് രാജൻ ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് എന്റെ വീട്ടില് സുനന്ദയുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം എവിടെല്ലാം പോയി ഇവര് പെണ്ണ് കണ്ടു, ഒന്നും നടന്നില്ല. ഇവരുടെ വീടും ഇവരുടെ വീട്ടിലുള്ളവരെയും കണ്ടാൽ ആര് പെണ്ണ് കൊടുക്കും? ബൈക്ക് ശരിയാക്കി ക്യാഷ് വാങ്ങിച്ചതിന് ശേഷം ഗംഗാധരന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു വെളിച്ച ഇങ്ങോട്ടൊന്ന് വരണേ. എന്താടാന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് ഇങ്ങോട്ട് വാന്നേ. ഗംഗാധരനെയും കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ഹരീഷ്. എന്താടാന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു നിങ്ങളുടെ വീട്ടിൽ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. അടുത്ത ദിവസം കല്യാണം ആയിരുന്നിട്ട് കൂടെ നിങ്ങളുടെ പെങ്ങടെ മകൾ എന്റെ ചേട്ടനെ മതിയെന്ന് പറഞ്ഞ് രാത്രി വീട്ടിൽ വന്നു നിന്നു. അപ്പൊ തന്നെ അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് നടക്കുമായിരുന്നു. നിങ്ങൾ അവൾക്ക് വേണ്ടി കണ്ടുപിടിച്ച ആ വലിയ വീട്ടിലെ പയ്യനെ വേണ്ടാന്ന് വെച്ചിട്ടാ സുനന്ദ എന്റെ ചേട്ടനെ മതിയെന്ന് പറഞ്ഞ് രാത്രി വീട്ടിലേക്ക് വന്നത്. നിങ്ങളുടെ പെങ്ങളും അളിയനും കൂടി എന്റെ സുഭാഷ് ചേട്ടന്റെ മനസ്സ് മാറ്റിയത് കൊണ്ട് ആ കല്യാണം നടന്നു. ഇല്ലെങ്കിൽ എന്റെ വീടിനെ പറ്റി മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാട് നിങ്ങളുടെ വീടിനെ പറ്റിയും മോശമായി പറഞ്ഞേനെ. കല്യാണം മുടങ്ങി നിങ്ങളുടെ മാനം പോകണ്ടെന്ന് കരുതിയ സുഭാഷ് ചേട്ടൻ സുനന്ദയെ രാത്രി അവളുടെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം പറഞ്ഞു വിട്ടത്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ഞാൻ നിങ്ങളെ മാറ്റി നിർത്തി ഇങ്ങനെ പതിയെ സംസാരിക്കുന്നില്ലേ? അത് എന്റെ
മര്യാദ. ഇത് ഞാൻ കുറച്ച് ആൾക്കാരെ കൂട്ടി ഉറക്കെ പറയട്ടെ എന്ന്. ഇത് കേട്ട് ഗംഗാധരൻ ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ഹരീഷ് ചോദിക്കാണ്, എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടന്നതെന്ന് ഞാൻ നാട്ടുകാരോട് പറയട്ടെ? ഞാൻ നടന്ന കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ നാട്ടിലൂടെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. വല്യച്ഛൻ, അപ്പച്ചി, അമ്മാവൻ എന്ന പരിഗണനയൊക്കെ തന്ന് സുഭാഷ് ഏട്ടൻ നിങ്ങളെ ബഹുമാനിക്കുമായിരിക്കും. പക്ഷെ ഞാൻ ബഹുമാനിക്കില്ല. നാട്ടുകാരുടെ മുന്നിലിട്ട് തന്നെയും തന്റെ കുടുംബത്തെയും നാണം കെടുത്തും. മനസ്സിലായോ? അങ്ങനെ ഹരീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുന്ന ഗംഗാധരനോട് രാജൻ ചോദിക്കുന്നു, എന്തു പറ്റി? എന്താ നിങ്ങളുടെ അനുജന്റെ മകൻ രഹസ്യം പറഞ്ഞിട്ട് പോയത്? ചുറ്റും നോക്കി ഗംഗാധരൻ പറയുന്നു, ഒന്നുമില്ല. തുടർന്ന് നിധിയുടെ ഒപ്പം ഇന്റർവ്യൂവിന് പോകാനായി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുകയാണ് സുധീഷ്. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ വണ്ടി ഓടിക്കുന്നതല്ലേ ഉള്ളൂ, അതിനെന്തിനാ ഇത്രയും മേക്കപ്പ്? ഞാൻ മേക്കപ്പ് ചെയ്താൽ നിനക്ക് എന്താടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്, എനിക്കും ജോലിക്ക് പോണം, അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് സുധീഷിനെ തള്ളി മാറ്റി ഹരീഷ് കണ്ണാടിയുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. ഹരീഷിനെ തള്ളി മാറ്റിക്കൊണ്ട് സുധീഷ് പറയുന്നു, എടാ ഞാനല്ലേ ആദ്യം വന്നത്, ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഈ കണ്ണാടി നീ ഉപയോഗിച്ചാ മതി. അവിടേക്ക് വന്ന സുഭാഷും നികേഷും അവരെ ശ്രദ്ധിക്കുകയാണ്. ഹരീഷ് പറയുന്നു, 2 മിനിറ്റ് കൊണ്ട് ഞാൻ മുടിച്ചിക്ക് പുറത്തേക്ക് പോകും, നീ 2 മണിക്കൂർ എടുത്താലും ഈ കണ്ണാടിയുടെ മുന്നിൽ നിന്നും മാറില്ല, അങ്ങോട്ട് മാറി നിൽക്ക്. സുഭാഷ് പറയുന്നു, ഇതെന്താ കണ്ണാടിക്ക് വേണ്ടി രണ്ടുപേരും വഴക്കിടുകയാണോ? എടാ സുധേഷ്, ഇന്ന് ഇന്റർവ്യൂ ഉണ്ടെന്ന് നിധി പറഞ്ഞില്ലേ, പോകാൻ സമയമാകുന്നു. സുധേഷ് പറയുന്നു, ഇതുവരെ നിധി റെഡിയായി വന്നിട്ടില്ല. സുഭാഷ് പറയുന്നു, റെഡിയായില്ലേ? നിധി ഇന്റർവ്യൂവിന് സമയമാകുന്നു, ഇതാ വരുന്നു സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി സാരിയൊക്കെ എടുത്ത് സർട്ടിഫിക്കറ്റുകളുമായി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരും പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ കണ്ണെടുക്കാതെ നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു, നന്നായിട്ടുണ്ടോ സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയുകയാണ്, നന്നായിട്ടുണ്ട് മോളെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നികേഷ് പറയുന്നു, ഏട്ടത്തി ഈ സാരിയിൽ ഏട്ടത്തിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ജോലി കിട്ടിയെന്ന് തന്നെ വിചാരിച്ചു. ഏട്ടത്തി 10 മണിക്കാണോ ഇന്റർവ്യൂ? നിധി പറയുന്നു, അതേടാ, ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ട്. സെക്കൻഡ് റൗണ്ട് ടഫ് ആയിരിക്കുമെന്ന് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു, എങ്ങനെയെങ്കിലും പാസ്സാകണമെന്നുണ്ട്. നികേഷ് പറയുന്നു, അതെല്ലാം ഏട്ടത്തി നല്ല രീതിയിൽ തന്നെ പാസ്സാകും. അങ്ങനെ നിധിയും നികേഷും കൂടി സംസാരിച്ചു നിൽക്കുമ്പോൾ പ്രണയത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. സുധീഷിനെ ശ്രദ്ധിക്കുന്ന ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്തായി ചെയ്യുന്നത്? സുധീഷ് പറയുകയാണ്, സാരിയില് നിധിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. 3-4 പ്രാവശ്യം ഞാൻ നിധിയെ സാരിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ടാണെന്ന് തോന്നുക. ഈ സമയം ഭക്ഷണവുമായി അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, മോളെ ഇത് കഴിക്ക്. വേണ്ട സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കണം, വേണ്ടാന്നോ? ഇന്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, കഴിച്ചിട്ട് പോയാ മതി. നിധി പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടാ, സമയമായി. സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ദാ ഇത് കഴിക്ക്. അങ്ങനെ നിധിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് സുഭാഷ്. കാറിന്റെ കീ എടുത്ത് അവിടേക്ക് ഇരിക്കുകയാണ് സുധീഷ്. പുഞ്ചിരിച്ച സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുന്ന സുധീഷ് നിധി അറിയാതെ ഫോണിൽ ഫോട്ടോ എടുക്കുകയാണ്. ഹരീഷ് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷിനെ അരികിലേക്ക് വിളിച്ച് ഹരീഷ് പതിയെ ചോദിക്കുന്നു, എന്താടാ ഇത്? പുഞ്ചിരിച്ച് നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടന് ഏട്ടത്തിയോട് പ്രണയമല്ലേ. തുടർന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് നിധി പറയുന്നു, പോയിട്ട് വരട്ടെ സുഭാഷ് ഏട്ടാ. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, പോയിട്ട് വാ മോളെ, ഓൾ ദ ബെസ്റ്റ്. സുധീഷ് നീ അല്ലേ കൊണ്ടുവിടുന്നത്? ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നിധിയുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കുകയാണ് സുധീഷ്. സുധീഷ് ഉറക്കെ വിളിക്കുകയാണ് സുഭാഷ്. സുധീഷ് ഞെട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എടാ നീ അല്ലേ നിധിയെ ഇന്റർവ്യൂവിന് കൊണ്ടുവിടുന്നത്? അതെ സുഭാഷ് ഏട്ടാ സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ നിധി പ്രാർത്ഥിച്ചിട്ട് പോ. ഇത് കേട്ട് ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് വന്ന നിധി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും നിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇന്ന് ഞാനും നിധിയും തനിച്ച് കാറിൽ ഇന്റർവ്യൂവിന് പോവുകയാണ്. ഇന്ന് നിധി സാരിയൊക്കെ എടുത്തിരിക്കുന്നു, എന്താണെന്നറിയില്ല, ഇതുവരെ ഇല്ലാത്ത ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഡ്രസ് ചെയ്ത് അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നിധി ഞാനും കൂടി ഇന്റർവ്യൂവിന് വരട്ടെ? സുധീഷ് ചോദിക്കാണ്, എന്തിനാ സുഭാഷ് ഏട്ടൻ വരുന്നത്? സുഭാഷ് പറയുകയാണ്, ഞാനും കൂടി വരാമടാ. സുധീഷ് ചോദിക്കുന്നു, എന്തിന്? ഞാനില്ലേ നിധിയുടെ ഒപ്പം. സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോകും. സുഭാഷ് ഏട്ടന് ജോലിക്ക് പോകണ്ടേന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, വേണ്ട മോളെ, മോള് സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിന് പോവുകയല്ലേ, മോക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഞാനും കൂടി വന്നാൽ അതൊരാശ്വാസമാകില്ലേ. ഇപ്പം മോളുടെ കൂടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ മോടെ കൂടെ വരത്തില്ലായിരുന്നോ? ഇത് കേട്ട് നിധി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്താ നിധിയുടെ അച്ഛനാണോ? സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഞാൻ വരണ്ടേ? എന്താ മോളെ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിധി പറയുന്നു, അത് വിട്ടേര് സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനും കൂടി വാ. സുഭാഷ് ഏട്ടന് ജോലി ഉണ്ടല്ലോ എന്നാ ഞാൻ ആലോചിച്ചത്. സുഭാഷ് പറയുന്നു, അതൊന്നും സാരമില്ല മോളെ, ഞാൻ മോളെ ഇന്റർവ്യൂവിന് വിട്ടിട്ട് ജോലിക്ക് പോകാം. ശരി സുഭാഷ് ഏട്ടാ നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ശരി മോളെ വാ. സുധീഷെ വാന്ന് പറഞ്ഞ് നിധിയും കൂട്ടി കാറിന്റെ അരികിലേക്ക് പോവുകയാണ് സുഭാഷ്. നികേഷും പിന്നാലെ പോകുന്നു. ഹരീഷിന്റെ കയ്യിൽ പിടിച്ച് സുധീഷ് ചോദിക്കാണ്, എടാ നിധിയുടെ കൂടെ തനിച്ച് കുറച്ചു സമയം ചിലവഴിക്കാൻ നിങ്ങൾ ആരും സമ്മതിക്കില്ലേ? സുഭാഷ് പറയുന്നു, സുധീഷെ വാടാ, സമയമാവുന്നു, ദാ വരുന്നു എന്ന് പറഞ്ഞ് സുധീഷ് അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു, എടാ ലേറ്റ് ആകും, നമുക്ക് പോകാം. നിധിക്ക് കൈ കൊടുത്തുകൊണ്ട് നികേഷ് പറയുന്നു, ഏട്ടത്തി ഓൾ ദ ബെസ്റ്റ്. പുഞ്ചിരിച്ച് നിധി പറയുന്നു, താങ്ക് യു. ഹരീഷ് ഒന്നും പറയില്ലേ? പുഞ്ചിരിച്ച് ഹരീഷ് പറയുന്നു,
ഓൾ ദ ബെസ്റ്റ് ഏട്ടത്തി. നിധി മോളെ വാന്ന് പറഞ്ഞ് സുഭാഷ് നിധിയെയും കൂട്ടി കാറിന്റെ അരികിലേക്ക് ചെന്ന് പിന്നിലത്തെ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. സുധീഷ് നിധിയെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താനായി ശ്രമിക്കുന്നു. സുഭാഷും നിധിയും സുധീഷിനെ ശ്രദ്ധിക്കുന്നതേയില്ല. ഫ്രണ്ട് സീറ്റിലേക്ക് കയറുന്ന സുഭാഷ് പറയുന്നു, എടാ എന്താ നീ അവിടെ തന്നെ നിൽക്കുന്നത്? സമയാകുന്നു, പെട്ടെന്ന് വണ്ടി എടുക്ക്. ഹരീഷ് ഉറക്കെ പറയുന്നു, ഡ്രൈവർ സമയാകുന്നു, വണ്ടി എടുക്ക്. സുധീഷ് പതിയെ പറയുന്നു, എടാ നിന്നെ വന്നിട്ട് ഞാൻ കണ്ടോളാം. ഹരീഷും നികേഷും ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് സുഭാഷ് പറയുന്നു, സുധീഷ് പോകുന്ന വഴിയിൽ ഒരു ക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് കയറിട്ട് പോകാം. ഇപ്പോഴൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, സമയല്ലേ? നിധി മോളെ ക്ഷേത്രത്തിൽ കയറിയിട്ട് പോകാൻ സമയമുണ്ടോ? നിധി പറയുന്നു, സമയമുണ്ട് സുഭാഷ് ഏട്ടാ, 10 മണിക്ക് ഇന്റർവ്യൂ ഉള്ളൂ. ക്ഷേത്രത്തിൽ പോയിട്ട് പോകാന്ന് തന്നെയാ ഞാനും വിചാരിച്ചത്. സുഭാഷ് പറയുന്നു, ക്ഷേത്രത്തിൽ പോയിട്ട് പോയാൽ ജോലി കിട്ടിയിരിക്കും, ഉറപ്പാ. സുധീഷ് പറയുന്നു, ആദ്യ റൗണ്ടിൽ പാസ്സായപ്പോൾ നിധി ക്ഷേത്രത്തിലൊന്നും പോയില്ലല്ലോ. നിധി പറയുന്നു, ഇന്ന് ക്ഷേത്രത്തിൽ പോണം. സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഓ ചേട്ടൻ പറഞ്ഞാൽ അനിയത്തി കേൾക്കാതിരിക്കോ? പോകാം. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ് നിധിയും സുധീഷും സുഭാഷും. സുധീഷ് പതിയെ സുഭാഷിനോട് പറയുന്നു, സുഭാഷ് ഏട്ടൻ അനുജത്തിയോടുള്ള സ്നേഹം കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഈ അനുജത്തി സ്നേഹം കാരണം ഒരു ദിവസം നിധി പറയും, നിങ്ങൾ 4 പേരും എനിക്ക് ബ്രദേഴ്സിനെ പോലെയാണെന്ന്. അത് സന്തോഷമുള്ള കാര്യമല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ നിങ്ങളെ 3 പേരെയും ഞാൻ കൊന്നുകളയും. സുഭാഷ് പറയുന്നു, ഓ അങ്ങനെ. എടാ നിധിക്ക് നിന്നെ സഹോദരനായൊന്നും കാണാൻ കഴിയില്ലടാ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ധൈര്യമായിട്ട് നീ പ്രാർത്ഥിക്ക്, നല്ലതേ നടക്കും. തുടർന്ന് അവർ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, ഇവിടെയാണോ? അതെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, മോളെ ലേറ്റ് ആയിട്ടില്ലല്ലോ? നിധി പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ, 15 മിനിറ്റ് നേരത്തെയാ വന്നിരിക്കുന്നത്. സുധീഷ് പറയുന്നു, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം ഇന്റർവ്യൂവിന് കറക്റ്റ് ടൈമിലാണോ വന്നതെന്ന് വരെ നോട്ട് ചെയ്യും. നിധി പറയുന്നു, ശരി നിങ്ങൾ പോയിക്കോ. സുഭാഷ് പറയുകയാണ്, നിധി ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം. നിധി പറയുകയാണ്, വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു വന്നപ്പോൾ സുധീഷ് എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നോളാം. നിങ്ങൾ പോകാൻ നോക്ക്. സുധീഷ് പറയുന്നു, നിധി പൊയ്ക്കോ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. സുഭാഷ് പറയുകയാണ്, എന്തിനാ മോളെ അവനോട് പോകാൻ പറയുന്നത്? അവൻ ഇവിടെ വെയിറ്റ് ചെയ്ത് മോളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയാൽ മതി. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ സുധീഷിന് ജോലിയുള്ളതല്ലേ? സുഭാഷ് ചോദിക്കാണ്, ഇതിനേക്കാളും എന്ത് വലിയ ജോലി അവനുള്ളത്? ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ എനിക്ക് ജോലി ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ നിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളാം. നിധി പറയുന്നു, അതൊന്നും വേണ്ട, ഞാൻ വന്നോളാം. സുധീഷ് പറയുകയാണ്, നിധി ഇങ്ങനെ സംസാരിച്ച് 15 മിനിറ്റ് വേസ്റ്റ് ആയി പോകും. കറക്റ്റ് സമയത്ത് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ശരി ഞാൻ പോയിട്ട് വരാം സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കൈ നീട്ടി സുധീഷ് പറയുന്നു, ഓൾ ദ ബെസ്റ്റ്. പുഞ്ചിരിച്ച് സുധീഷിന് കൈ കൊടുത്ത് നിധി പറയുന്നു, താങ്ക്സ്. സുഭാഷ് പറയുകയാണ്, പേടിക്കാതെ നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ശരി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി സന്തോഷത്തോടുകൂടി അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് പറയുന്നു, സുധീഷ് നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ, നിധിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയാൽ മതി. സുധീഷ് പറയുന്നു, ഞാൻ വെയിറ്റ് ചെയ്തോളാം. സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യും? സുഭാഷ് പറയുകയാണ്, ഞാൻ പോവാടാ, ഞാനൊരു ഓട്ടോ വിളിച്ചു തരട്ടേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, വേണ്ടടാ ഞാനൊരു ഓട്ടോ വിളിച്ചു പൊയ്ക്കോളാം. സുധീഷ് പറയുകയാണ്, അല്ലെങ്കിൽ വേണ്ട, സുഭാഷ് ഏട്ടൻ വണ്ടി കയറ്, ഞാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരാം. നിധി വന്ന് നിന്നെ അന്വേഷിക്കില്ലെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഉടനെ ഒന്നും ഇന്റർവ്യൂ കഴിയില്ല, അന്ന് ഞാൻ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തു. സുഭാഷ് ഏട്ടൻ വണ്ടി കയറ്, ഞാൻ സൈറ്റിൽ കൊണ്ടുവിടാം. ശരി വാ പോകാന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിന്റെ ഒപ്പം വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഗംഗാധരനും സുനന്ദയുടെ ഭർത്താവുമെല്ലാം സംസാരിച്ചിരിക്കുകയാണ്. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ലളിത. സുനന്ദ ഹോളിലേക്ക് വരുമ്പോൾ ഗംഗാധരൻ പറയുന്നു, മോളെ ഇന്ന് മോള് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മോളെ മോൻ ദുബായിലേക്ക് കൊണ്ടുപോകും. അപ്പം ഈ അമ്മാവനെ മറന്നു പോകല്ലേ? സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, എന്തായി പറയുന്നത്? അവളെ വളർത്തിയത് നിങ്ങൾ എല്ലാവരും അല്ലേ, നിങ്ങളെ മറക്കുവോ അവള്? ഈ സമയം സ്വീറ്റ്സും വാങ്ങി അവിടേക്ക് വരികയാണ് ധനശേഖരൻ. എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുമ്പോൾ സുനന്ദയുടെ അരികിലേക്ക് വന്ന ലളിത പറയുന്നു, മോളെ പോകാനുള്ളതെല്ലാം എടുത്തു വെച്ചോ, നിന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ട് ഇവിടെ കഴിയുമെന്ന് എനിക്ക് അറിയില്ലടി. സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, ആന്റി എന്തിനാ കരയുന്നത്? സുനന്ദയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, അതുപോലെ ആന്റിക്കും എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. ലളിത പറയുന്നു, ഞാൻ എന്റെ മോളെ കൊഞ്ചിച്ച് വളർത്തിയതാണ്, പിരിയുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കൂടി വരിക. സുനന്ദ ചോദിക്കുന്നു, ഞാൻ അടുത്തുള്ള വീട്ടിൽ പോയി യാത്ര പറഞ്ഞിട്ട് വരട്ടെ. നീ എന്തിനാ അവിടെ പോകുന്നതെന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ദ പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോവല്ലേ, പറഞ്ഞിട്ട് വരാം. ചിലരൊക്കെ കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നു, അവരോടൊക്കെ പോയി പറഞ്ഞിട്ട് വരണ്ടേ? അതൊന്നും വേണ്ടാന്ന് ലളിതയും ഗംഗാധരനും പറയുമ്പോൾ സുനന്ദ പറയുകയാണ്, ഇനി ഞാൻ എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പോലും അറിയില്ല, വന്നാലും എല്ലാവരെയും ചെന്ന് കാണാൻ പറ്റുമോ എന്നും അറിയില്ല, ഞാൻ പോയി കണ്ട് പറഞ്ഞിട്ട് വരാം. ലളിത പതിയെ പറയുന്നു, പോവണ്ടെന്ന് പറഞ്ഞില്ലേ? സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, സുനന്ദ പോയിട്ട് വരട്ടെ. അത് ശരിയാകില്ല മോനെന്ന് ഗംഗാധരൻ പറയുമ്പോൾ സുനന്ദ പറയുകയാണ്, അടുത്ത് താമസിക്കുന്നത് എന്റെ കൂടെ കളിച്ചു വളർന്നവരാണ്, അവരോടൊക്കെ ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം പ്ലീസ്. സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, സുനന്ദേ എനിക്ക് ഒരു കുഴപ്പമില്ല, നീ പോയിട്ട് വാ. ലളിത പറയുന്നു, മോനെ അവൾ എന്തിനാ പോകുന്നത്, ഞങ്ങള് പറഞ്ഞോളാം. സുനന്ദ പറയുന്നു, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനോട് പെർമിഷൻ ചോദിക്കണമെന്നല്ലേ പറയാറ്, ഞാൻ പോയിട്ട് വരട്ടെ. സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, പോയിട്ട് വാ സുനന്ദ,
അല്ലേ? താങ്ക്സ് എന്ന് പറഞ്ഞ് സുനന്ദ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ലളിതയും ധനശേഖരനും ഗംഗാധരനും. ധനശേഖരൻ കണ്ണു കാണിക്കുമ്പോൾ ലളിത സുനന്ദയുടെ പിന്നാലെ പോവുകയാണ്. തുടർന്ന് സുനന്ദ സുഭാഷിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഓടി വന്ന് സുനന്ദയെ തടഞ്ഞുകൊണ്ട് ലളിത ചോദിക്കുന്നു, സുനന്ദ നീ എവിടെ പോവാ? ആ സുഭാഷിന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിക്കുമോ? സുനന്ദ ദേഷ്യത്തോടു കൂടി ലളിതയുടെ കൈ പിടിച്ചു മാറ്റുമ്പോൾ ലളിത പറയുന്നു, ദേ നോക്ക്, അവിടെ നീ പോകാൻ പാടില്ല. ആരെങ്കിലും നിന്നെ കണ്ടാൽ എന്ത് വിചാരിക്കും? നിന്റെ കല്യാണം കഴിഞ്ഞു, നീ അത് മറന്നുപോയോ? കഴുത്തില് താലിയും ഇട്ടോണ്ട് അവനെ കാണാൻ പോവുകയാണോ നീ? സുനന്ദ പറയുന്നു, കല്യാണ തലേന്ന് ഞാൻ ആ വീട്ടിലേക്ക് പോയി നിന്നതാ. എന്റെ കല്യാണം കഴിക്കാനായി ഞാൻ സുഭാഷേട്ടനോട് അപേക്ഷിച്ചു. അന്ന് സുഭാഷേട്ടൻ എന്നെ കല്യാണം കഴിച്ചില്ല. സുരക്ഷിതമായി സുഭാഷേട്ടൻ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചില്ലേ? ഇപ്പം എന്റെ കല്യാണം കഴിഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ ഇപ്പൊ എന്റെ കഴുത്തിൽ താലിയും ഉണ്ട്. എനിക്കും അറിയാം എന്റെ കല്യാണം കഴിഞ്ഞെന്ന്. സുഭാഷേട്ടനും അതറിയാം. ഞാൻ പോയിട്ട് വരാമെന്ന് സുഭാഷേട്ടനോട് പറയാൻ വേണ്ടിയാ ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇതുവരെ എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം അമ്മയുടെ ഇഷ്ടത്തിനായിരുന്നില്ലേ? ഈ ഒരു കാര്യം മാത്രം എന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ. പേടിക്കണ്ട, ഞാൻ വരും. അങ്ങനെ സുനന്ദ സുഭാഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ പാസ്സായി സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി. നിധിയെ ശ്രദ്ധിക്കുന്ന സുധീഷ് മനസ്സിൽ പറയുന്നു, എന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയോ? വലിയ സന്തോഷത്തോടു കൂടിയാണല്ലോ വരുന്നത്. നിധി സുധീഷിനെ ചുറ്റും നോക്കുകയാണ്. അവിടെയെങ്ങും സുധീഷിനെ കാണാത്തത് കൊണ്ട് ഫോണിൽ വിളിക്കുകയാണ് നിധി. സുധീഷ് മനസ്സിൽ പറയുന്നു, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ച ആള് ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഉടനെ എന്നെ കാണാതെ ഫോണിൽ വിളിച്ചിരിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് പറയുന്നു, നിധി ഞാൻ ഇവിടെ ഉണ്ട്. ചുറ്റും നോക്കുന്ന നിധി കാണുകയാണ് കാറിലിരിക്കുന്ന സുധീഷിനെ. അരികിലേക്ക് വന്ന നിധി പറയുന്നു, ഞാൻ വിചാരിച്ചു സുധീഷ് പോയി കാണുമെന്ന്. സുധീഷ് പറയുകയാണ്, ഞാൻ എങ്ങനെ പോകാനാ? അത് വിട്, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, സെക്കൻഡ് റൗണ്ടും പാസ്സായി. സൂപ്പർ നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, എല്ലാവർക്കും ഇന്റർവ്യൂ ടഫായിരുന്നു. എനിക്ക് ഇന്റർവ്യൂ അത്ര പാടായി തോന്നിയില്ല. റിസപ്ഷനിസ്റ്റ് പുറത്തു വന്ന് ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞു. ജോലി കിട്ടിയതുപോലെയായി. ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ട്, HR റൗണ്ട്. നാളെ വരാൻ പറഞ്ഞു. അതൊന്നുമില്ല, സാലറിയെ പറ്റിയൊക്കെ പറയാനാ. 99% ജോലി കിട്ടിയതുപോലെ തന്നെയാ സുധീഷെ. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, സൂപ്പർ നിധി, കൈതാ. അങ്ങനെ നിധിക്ക് കൈ കൊടുത്ത് സുധീഷ് ചേർത്ത് പിടിക്കാനായി വരുമ്പോൾ പിന്നോട്ടേക്ക് മാറി നിധി ചോദിക്കുന്നു, എന്താ ഇത് സുധീഷെ? സുധീഷ് പറയുന്നു, കോളേജിൽ നിധിയുടെ ഫ്രണ്ട്സ് ആരും ഇങ്ങനെ ഹഗ് ചെയ്തിട്ടില്ലേ? ഇപ്പം ഓഫീസിലും കോളേജിലും എല്ലാം ഇത് സാധാരണമാ. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഹഗ് അല്ലേ? അതിനിങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ നിധി? ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ ചേർത്ത് പിടിക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സുധീഷ് പറയുന്നു, നൈസ്. നിധി പറഞ്ഞത് എന്ത് സന്തോഷമുള്ള കാര്യമാണെന്ന് അറിയുമോ? പുഞ്ചിരിച്ച് നിധി പറയുന്നു, നമുക്ക് പോകാന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിധിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. തുടർന്നുള്ള റിവ്യൂമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.